നാടൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ആ ദുരിതബാധിതർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയാണ് നാം ഓരോരുത്തരും. എന്നാൽ അതിനിടയിൽ ചില കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറ്റു ചില ആളുകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് വേണം നേരിട്ട് കൊണ്ട് കൊടുക്കാനെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയും ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഓഫീസ് ഇപ്പോൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നാട് വലിയൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ആ ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുകയാണ് മലയാളികൾ. അപ്പോൾ ആ മലയാളികൾക്കിടയിൽ ചില കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അവരെ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തുകയാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ആളുകളെ എത്രയും വേഗം കണ്ടെത്തി കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു തരത്തിലും സഹായം നൽകാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ടുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഓഫീസ് DGPക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. എത്രയും വേഗം ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ള ആവശ്യം കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്.